കേരളത്തിലെ മിക്ക വീടുകളിലെയും ഒരു അതിഥിയാണ് ഷുഗർ അഥവാ പ്രമേഹം. തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അതിഥിയെ വരുതിയിലാക്കാം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും തകരാറിലാകും. നിങ്ങൾക്കും പ്രമേഹമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അമിതമായ ദാഹം, എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത അവസ്ഥ, ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ, പ്രത്യേകിച്ച് രാത്രിയിൽ, അമിതമായ വിശപ്പും പെട്ടെന്ന് തളർച്ച തോന്നുന്നതും, മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുന്നതും, കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുക എന്നിവ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ഭക്ഷണത്തിലെ പഞ്ചസാരയെ അഥവാ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്നൊരു ഹോർമോണാണ്. ഈ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴോ മതിയായി പ്രവർത്തിക്കാതെ വരുമ്പോഴോ ആണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. ഇനി പ്രമേഹം വന്നു എന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. ഈ 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തേതാണ് ഭക്ഷണം. ഭക്ഷണത്തിൽ പഞ്ചസാര, ചോറ്, മൈദ ഈ 3ൻ്റെയും അളവ് കുറയ്ക്കുക. പകരം നാരുകൾ അടങ്ങിയ പച്ചക്കറികളും ധാന്യങ്ങളും ഉൾപ്പെടുത്തുക. രണ്ടാമത്തേതാണ് വ്യായാമം. ദിവസവും 30 മിനിറ്റ് വേഗത്തിൽ നടക്കുന്നത് ശീലമാക്കുക. അടുത്തതാണ് മരുന്ന്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നിർദ്ദേശിക്കുന്ന അളവിൽ തന്നെ കഴിക്കുക. സ്വയം മരുന്ന് നിർത്തുന്നത് അപകടമാണ്. അടുത്തതാണ് പരിശോധന. കൃത്യമായ ഇടവേളകളിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. പ്രമേഹം എന്നത് ഒരു മാരകമായ അസുഖമല്ല, മറിച്ച് നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥയാണ്. കൃത്യമായ ആഹാരവും ചിട്ടയായ ജീവിതശൈലിയും കൊണ്ട് നമുക്ക് പ്രമേഹത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക.